ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ഓപ്പറേഷൻ നംഖോറിന്റെ ഭാഗമായി പിടിച്ചെടുത്ത ദുൽഖർ സൽമാന്റെ ലാൻഡ് ക്രൂയിസർ കാർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മറ്റൊരാളുടെ പേരിൽ. പരിവാഹൻ സൈറ്റിൽ കൃത്രിമം കാട്ടിയിട്ടുണ്ടെന്നാണ് സംശയം. നടൻ അമിത് ചക്കാലക്കലിന് ഇടനിലക്കാരുമായി ബന്ധമുണ്ടെന്നും കസ്റ്റംസിന് സംശയമുണ്ട്. വാഹന കള്ളക്കടത്ത് ED ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുമെന്നറിയുന്നു. എസ് ശരൺ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, കാര്യങ്ങൾ കുറച്ചുകൂടി ഗുരുതരമാവുകയാണോ? ദുൽഖർ സൽമാന്റെ ലാൻഡ് ക്രൂയിസർ കാറ് മറ്റൊരാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. അത് വ്യാജ മേൽവിലാസമാണോ? പരിവാഹൻ സൈറ്റിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നാണോ മനസ്സിലാകുന്നത്? അങ്ങനെയാണെങ്കിൽ ഒന്നിലധികം കേസുകൾ വരാനുള്ള സാധ്യതയാണോ മുൻപിലുള്ളത്? ശരൺ, അരുൺകുമാർ, തീർച്ചയായിട്ടും അതായത് ദുൽഖർ സൽമാനെ സംബന്ധിച്ച് കുരുക്ക് മുറുകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കസ്റ്റംസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ദുൽഖർ സൽമാന്റെ 4 വാഹനങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു നേരത്തെ അന്വേഷണം. അതിൽ 2 വാഹനങ്ങൾ പിടിച്ചെടുത്തിരിക്കുന്നത്. ഒരു ഡിഫൻഡർ വാഹനം അത് പിടിച്ചെടുക്കുകയും അത് കസ്റ്റംസ് ഓഫീസിന് സമീപത്തായി കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ മറ്റേ വാഹനം, അതായത് ലാൻഡ് ക്രൂയിസർ വാഹനം കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നില്ല. അതിന് കാരണം ഫിറ്റ്നസ് ഇല്ല എന്നുള്ള മറുപടിയാണ് നേരത്തെ കസ്റ്റംസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. എന്തായാലും ഇതിൽ ഇപ്പോൾ പരിവാഹൻ സൈറ്റിൽ പോലും കൃത്രിമം കാട്ടിയെന്നുള്ള സംശയം കൂടിയാണ് ബലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ലാൻഡ് ക്രൂയിസർ വാഹനത്തിന് 28 വർഷത്തിന്റെ പഴക്കമാണുള്ളത്. ഇത് സൈറ്റിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ കാണാൻ കഴിയുന്നത് 2038 വരെയാണ് ഇതിന്റെ ഫിറ്റ്നസ് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ 5 വർഷം വരെയാണ് ഫിറ്റ്നസ് നൽകുന്നത്. പക്ഷേ 2038 വരെയാണ് ഫിറ്റ്നസ് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മറ്റൊരാളുടെ പേരിലാണ് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതൊരു വ്യാജ രജിസ്ട്രേഷൻ ആണോ എന്നടക്കമുള്ള സംശയങ്ങളാണ് ഇപ്പോൾ ബലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ കസ്റ്റംസ് ഊർജിതമാക്കിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അമിത് ചക്കാലക്കലിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ്. അമിത് ചക്കാലക്കലിന്റെ 8 വാഹനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ 6 വാഹനങ്ങളാണ് പിടിച്ചെടുത്തിരുന്നത്. ഈ 8 വാഹനങ്ങളും ഇടനിലക്കാരുമായിട്ട് ബന്ധമുണ്ട്. ആ ബന്ധത്തിലൂടെ വാങ്ങിയ കാറുകൾ എന്നുള്ള സംശയത്തിൽ കൂടിയാണ് കസ്റ്റംസ് ഉള്ളത്. അതായത് അമിത് ചക്കാലക്കൽ നേരത്തെ തന്നെ ഇടനിലക്കാരുമായി നിരന്തരമായി ബന്ധപ്പെട്ട് അവരുമായിട്ട് വലിയ ബന്ധമുണ്ട് എന്നുള്ള സംശയം കൂടിയാണ് ഇപ്പോൾ ബലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ അമിത് ചക്കാലക്കലിന് അത് സംബന്ധിച്ചുള്ള ചോദ്യം ചെയ്യലിനായി വീണ്ടും വിളിപ്പിക്കുമെന്നുള്ളൊരു സൂചന കൂടിയാണ് ഇപ്പോൾ കസ്റ്റംസ് നൽകുന്നത്. എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കൂടുതൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണ രംഗത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. നേരത്തെ കസ്റ്റംസ് ഇത്തരത്തിലൊരു വിവരശേഖരണം നടത്തുമ്പോൾ, അതായത് വാഹന കള്ളക്കടത്ത് നടന്നു എന്ന് കണ്ടെത്തിയപ്പോൾ തന്നെ അതിന്റെ മറവിൽ വൻ GST വെട്ടിപ്പ്, ഒപ്പം തന്നെ കള്ളപ്പണ ഇടപാടുകൾ നടന്നു എന്നുള്ള വിവരം കൂടി കസ്റ്റംസിന് ലഭിച്ചിരുന്നതാണ്. അങ്ങനെ കള്ളപ്പണ ഇടപാടുകൾ നടന്നു എന്ന വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ആ വിവരങ്ങൾ, ഇതുവരെ ശേഖരിച്ച വിവരങ്ങൾ EDക്ക് കൈമാറാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ കൈമാറുകയാണെന്നുണ്ടെങ്കിൽ ED കൂടി അന്വേഷണ രംഗത്തേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാവും. അവരുടെ പ്രാഥമിക അന്വേഷണത്തിന് ശേഷം ECI രജിസ്റ്റർ ചെയ്യുന്ന നിലയിലേക്ക് വരെ കാര്യങ്ങളെത്തും. ഇതോടൊപ്പം തന്നെയാണ് വൻ GST വെട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അത് GST വകുപ്പിനും കൈമാറാൻ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 കേന്ദ്ര ഏജൻസികൾ കൂടി ഈ വാഹന കള്ളക്കടത്ത് അന്വേഷിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരൺ, ഇതിലൊരു പ്രധാന വിഷയമുള്ളത്, ഇതിൽ അമിത് ചക്കാലക്കലിന്റെ അടുത്തത് മാത്രം 8 വാഹനങ്ങൾ അയാൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഇടനിലക്കാരുമായിട്ട് അമിത് ചക്കാലക്കലിന് വാഹനം വാങ്ങിയതല്ലാതെ മറ്റെന്തെങ്കിലും ബന്ധമുണ്ട് എന്നൊരു സംശയം അന്വേഷണ ഏജൻസിക്കുണ്ടോ? അരുൺകുമാർ, അത്തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളെല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട്. ഈ ഇടനിലക്കാരുടെ ഭാഗമായിട്ട് അമിത് ചക്കാലക്കൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കം വ്യക്തത വരുത്താനുള്ള അന്വേഷണം നടക്കുന്നുണ്ടെന്നുള്ളതാണ് കസ്റ്റംസ് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 8 വാഹനങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. അതിൽ തന്നെ പല വാഹനങ്ങളും മറ്റ് സംസ്ഥാനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. അതായത് മധ്യപ്രദേശിലും UPയിലും ഒക്കെ തന്നെ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളാണ്. നമുക്ക് ആ വാഹനങ്ങൾ പിടിച്ചെടുത്ത സമയത്ത് കൃത്യമായി തന്നെ അത് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നതാണ്. അങ്ങനെ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളാണ് രജിസ്ട്രേഷൻ നടത്താതെയാണ് വാങ്ങുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് സംബന്ധിച്ച് അമിത് ചക്കാലക്കലിനോട് നമ്മൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, താൻ പല സംസ്ഥാനങ്ങളിലേക്കും നിരന്തരം യാത്ര ചെയ്യുന്ന ആളാണ്, അതുകൊണ്ടാണ് അത്തരത്തിൽ രജിസ്ട്രേഷൻ നടത്താത്തതെന്നുള്ള കാര്യമാണ്. എന്തായാലും ഇത്തരത്തിൽ 8 വാഹനങ്ങളും വാങ്ങിയതിൽ മാത്രമുള്ള ബന്ധമല്ല, അതിനപ്പുറമുള്ള ചില സാമ്പത്തിക ഇടപാടുകളുടെ ബന്ധമുണ്ടോ എന്നുള്ള സംശയം ഇപ്പോൾ ബലപ്പെടുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കസ്റ്റംസ് അതിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്.